ഓണക്കാലത്തും പ്രളയത്തിന് ദുരിതത്തിലാണ് പത്തനംതിട്ട വ്യാപാരികൾ. ലക്ഷങ്ങളുടെ നഷ്ടമാണ് പലർക്കും ഉണ്ടായത്. പലിശയ്ക്ക് കടം വാങ്ങിയാണ് പലരും കച്ചവട സ്ഥാപനങ്ങൾ വീണ്ടും തുറന്നത്. സർക്കാരിന്റെ സഹായങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. പ്രളയത്തിൽ വലിയ നഷ്ടമാണ് ആറന്മുളയിലെ വ്യാപാരികൾക്കുണ്ടായത്. കച്ചവടക്കാർക്ക് വലിയ നഷ്ടമുണ്ടായി. എന്തായാലും ഓണക്കാലമായതോടെ അത് വീണ്ടും ആ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. നഷ്ടപരിഹാരങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. അവർ നമ്മളിപ്പം ഈ കച്ചവടക്കാർ തന്നെ ചേരുകയാണ്. അങ്ങനെ ഈ എല്ലാം നഷ്ടപ്പെട്ടു. ഇതിനകത്തുള്ള എല്ലാ സംഗതികളും ശക്തമായ ഒഴുക്കിനെ തുടർന്ന് എല്ലാം രണ്ട് സൈഡ് ഒഴുകും. വൺ സൈഡ് ഇങ്ങോട്ട് ഒഴുകി റിട്ടേൺ ഇറങ്ങി പോകുമ്പോൾ അതുപോലുള്ള അതിലും ശക്തമായ ഒഴുക തിരിച്ചു വന്നു. കാരണം ലോഡ് ലെവലായി വെള്ളം കഴിഞ്ഞിട്ട് തിരിച്ചൊരു പോക്കാതെ അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ഈ ഭാഗം മൊത്തം ഒഴി ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് പോയി. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതെല്ലാം ഇതിന് ഞാൻ ഒന്നേന്ന് റീസെറ്റ് ചെയ്ത് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് പലയിടത്തു നിന്നും പൈസയൊക്കെ കടമൊക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഈ രീതിയിലേക്ക് ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പരമാവധി നമ്മൾ ഓണക്കച്ചവടം പ്രതീക്ഷിക്കുന്നു. എന്നാലും ഒരു കാരണവശാലും സാധനങ്ങൾക്ക് വില കൂട്ടി വയ്ക്കാൻ ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ ജനങ്ങൾ നല്ലോണം നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സഹകരണം ഇപ്പം തുടർന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് ശേഷം നല്ല രീതിയിലായിട്ടുണ്ട്. എത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്? ഇതിപ്പോൾ എല്ലാവരുടെയും ഒരു 4.5 ലക്ഷം രൂപയ്ക്ക് മേലെ എനിക്ക് ഇതിനകത്ത് തന്നെ നഷ്ടം വന്നിട്ടുണ്ട്. ഇൻവേർട്ടർ, ബാറ്ററി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് മുങ്ങിപ്പോയി. അങ്ങനെ വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥർ വന്ന് കണക്കൊക്കെ എടുത്തിട്ട് പോയോ? ഉദ്യോഗസ്ഥർ ഇവിടെ നേരിട്ട് വന്നിട്ടില്ല, വരും എന്ന് പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇപ്പം ഓണത്തിരക്കായുണ്ടായിരിക്കും അവർ. അത് തന്നെയല്ല, ആദ്യം ഒരു വീടിൻ്റെ ആണെന്ന് പറഞ്ഞ് കൃഷി വീടൊക്കെ കഴിഞ്ഞിട്ടാണ് കടകളുടെ എന്ന് പറഞ്ഞു. അത് ആലുവലി നിൽക്കുന്നുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നല്ല പ്രതിസന്ധിയായി. ഇപ്പം ഞാൻ പറഞ്ഞ കടമെടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഇനിയെന്ന് വെച്ചാൽ ഈ ഓണക്കച്ചവടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പം ഇതുവരേക്കും നമ്മൾ ഓർഡർ കൊടുത്തതനുസരിച്ച് വെളിയിൽ ഓർഡർ വെച്ച് നമ്മൾ നേരിട്ട് സാധനം ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം നിങ്ങൾ കാണുന്ന വളരെ കുറച്ച് സാധനം വന്നിട്ടുള്ളൂ. ഈ കൂടുതൽ നഷ്ടം ബിനുവിനാണ് ഉണ്ടായതല്ലേ? ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുന്ന ആറന്മുളയിൽ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ ഈ കടയ്ക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ റെസ്റ്റോറൻറ്റ്, ഇവിടാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ വെള്ളം കയറി വന്നതും നാശനഷ്ടങ്ങൾക്ക് കൂടുതൽ ഇതായിപ്പോയി. സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ, അതായത് ഇവിടെ ഒരടി ഹൈറ്റ് വെള്ളം വിചാരിക്കുമ്പോഴത്തേക്ക് എന്നോളം ഹൈറ്റ് ഈ കട ഇത്ര ഇടം ഫുള്ളായിട്ട് സാധനങ്ങൾ മൊത്തം ഒഴുകിപ്പോയി എന്നുള്ള. എന്ന് വെച്ചാൽ ഭയങ്കര ശക്തമായ ഒഴുക്കായിരുന്നു രണ്ട് സൈഡിലോട്ടേക്ക്. അതാണ്. എന്തായാലും പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും അവർ ആ കടമെല്ലാം മായ്ച്ചാണ് വീണ്ടും കച്ചവടം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ആറന്മുളയിലെ വ്യാപാരികൾ വലിയ പ്രതിസന്ധിയാണ് ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് നേരിടുന്നത്. ആറന്മുളയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.